രണ്ട് BJP മുഖ്യമന്ത്രിമാർ തമ്മിൽ അടിയോ? UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിലെ BJP സർക്കാരിനെതിരെ തിരിഞ്ഞോ? നമ്മുടെ മലയാളം മാപ്രകൾ ഇന്നലെ മുതലേ പറഞ്ഞു പരത്തുന്നത് ഇതാണ്. മാപ്രകൾ പതിവ് പോലെ കാര്യങ്ങളെ വളച്ചൊടിച്ചതാണോ അതോ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇതാണ്: ഡൽഹി ഒരു ഗ്യാസ് ചേംബർ പോലെയാണ്, അവിടെ ശ്വസിക്കാൻ പോലും പാടാണ്. പറഞ്ഞത് 100% സത്യമാണ്. ഡൽഹിയിൽ താമസിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള ഏതൊരാൾക്കും ഇതറിയാം. ഡൽഹി ഭരിക്കുന്ന BJP സർക്കാരിന്റെ കുറ്റമാകില്ലല്ലോ അത്. ഡൽഹിയിലെ ഈ പുകമഞ്ഞിന് പ്രധാന കാരണം പഞ്ചാബിലെയും ഹരിയാനയിലെയും പാടങ്ങളിൽ കർഷകർ വൈക്കോൽ കത്തിക്കുന്നതാണ്. സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയും. കൃഷി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കച്ചി അവിടെ ഇട്ട് കത്തിക്കുന്നു. ആ പുക നേരെ ഡൽഹിയിലേക്ക് വരുന്നു. ഇത് വർഷങ്ങളായി തുടരുന്ന പ്രശ്നമാണ്. അരവിന്ദ് കെജ്രിവാൾ ഭരിച്ചിരുന്നപ്പോഴും ഡൽഹി ഗ്യാസ് ചേംബർ തന്നെയായിരുന്നു. അന്നില്ലാത്ത എന്ത് പുതിയ കുറ്റമാണ് ഇപ്പോൾ BJP സർക്കാരിന്റെ തലയിൽ കൊണ്ടുവയ്ക്കാനുള്ളത് ഈ മാപ്രകൾക്ക്? മാത്രമല്ല, ഡൽഹിയിൽ BJP സർക്കാർ അധികാരമേറ്റിട്ട് ഇപ്പോൾ അധികകാലമായിട്ടില്ല. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് മാറ്റാൻ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നും ആരുടെയും കയ്യിലില്ലല്ലോ. അപ്പോൾ യമുന നദി ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞു, അതവർ ചെയ്തു കാണിച്ചു. അങ്ങനത്തെ സർക്കാരാണിത്. അതുപോലെ തന്നെ വായു മലിനീകരണത്തിനും അവർ പരിഹാരം കണ്ടെത്തും. അതിനല്പം സമയം കൊടുക്കണം എന്ന് മാത്രം. യോഗി ആദിത്യനാഥ് UPയിലെ മികച്ച സാഹചര്യം ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതിൽ രാഷ്ട്രീയം കലർത്തി രണ്ട് BJP മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള അടിയാക്കി അതിനെ മാറ്റുന്നത് നമ്മുടെ മാപ്രകളുടെ വെറും കുത്തിത്തിരിപ്പ് മാത്രമാണ്. കുത്തിത്തിരിപ്പിന് പിന്നെ മലയാളി മാപ്രകൾ കഴിഞ്ഞിട്ടല്ലേ വേറെ ആരുമുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളം.